അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത് +2 ഓർഗാനിക് കെമിസ്ട്രിയുടെ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന സെക്ഷനിലെ കാർബോക്സിലിക് ആസിഡ്സ് ആണ്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ കാർബോക്സിലിക് ആസിഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജനറൽ ഫോർമുല RCOOH ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ നെയിമിംഗ് ആണ് പറയുന്നത്. ആൽക്കനോയിക് ആസിഡ്, ഓയിക് ആസിഡ് എന്നാണ് അതിൻ്റെ UPSC നോമൻക്ലേച്ചർ വെച്ച് പറയുന്നത്. ആൽക്കനോയിക് ആസിഡ് അത് വെച്ചിട്ട് നമുക്ക് ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്ന കോമൺ നെയിം, അതുപോലെ മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, അങ്ങനെയാണ് ആൽക്കനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമൺ നെയിം വെച്ചിട്ട് നമുക്ക് നെയിം ചെയ്യാവുന്നതാണ്, എളുപ്പമാണ്. അതുപോലെ RCOOH എന്ന് പറയുന്നതിൽ C ഡബിൾ ബോണ്ടോ OH എന്നതാണ് ശരിക്കും ആസിഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ, കാർബോക്സിലിക് ആസിഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ. അടുത്ത നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. അതായത് ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചിട്ട് ആസിഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ്. ഒന്നാമത്തെ ഒരു റിയാക്ഷൻ ആൽക്കലൈൻ KMnO4 ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണ്. അതായത് ആൽക്കലൈൻ KMnO4 ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്, അപ്പോഴത്തേക്ക് ആൽക്കഹോൾസ് ആസിഡായിട്ട് മാറുന്നതാണ്. രണ്ടാമത്തെ ഒരു റിയാക്ഷനാണ് നമ്മൾ ജോൺസ് റിയേജൻ്റ് ആഡ് ചെയ്യും, അപ്പോഴും ആൽക്കഹോൾസ് ചേഞ്ച് ടു കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് മാറും. ജോൺസ് റിയേജൻ്റ് CrO3H2SO4 എന്ന് പറഞ്ഞത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ മീഡിയത്തിലും പോസിബിൾ ആണ്, അസിഡിക്, ന്യൂട്രൽ, ബേസിക് മീഡിയത്തിൽ പോസിബിൾ ആണ്. എന്നാൽ രണ്ടാമത്തെ റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലാണ് നടക്കുക. നമുക്ക് അടുത്ത റിയാക്ഷൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് പോകാം. അടുത്ത ആൽക്കൈൽ ബെൻസീൻ, KMnO4 KOH എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൽക്കൈൽ ബെൻസീൻ നമ്മൾ KMnO4 KOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ COOK എന്ന് പറയുന്ന പൊട്ടാസ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു കാർബോക്സിലേറ്റ് പോലെയുള്ള ഒരു മോളിക്യൂൾ അത് ബെൻസിൻ റിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും അതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ അവിടെ CH3 ഗ്രൂപ്പ് മാറിയിട്ട് COOH കംപ്ലീറ്റ്ലി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത നമ്മൾ സയനൈഡുകളുടെ റിയാക്ഷനാണ്. CN, അതാണ് സയനൈഡ്. അപ്പോൾ സയനൈഡിനെ പിടിച്ച് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് ആസിഡ് നിർമ്മിക്കും. അപ്പോൾ ആസിഡ് ഫോം ചെയ്യും. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ, സയനൈഡ് ആദ്യം ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴത്തേക്ക് വാട്ടർ ബ്രേക്കിംഗ് വിത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സയനൈഡ് അമൈഡായിട്ട് മാറുകയും ആ അമൈഡ് അഗെയിൻ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാർബോക്സിലിക് ആസിഡ്സുമായിട്ട് മാറും. ശരിക്കും ഇതൊരു ഒറ്റ റിയാക്ഷനാണ്. മീൻസ് നമുക്ക് ഒറ്റ അടിക്ക് വാട്ടർ ആഡ് ചെയ്താൽ സയനൈഡ് നേരെ ആസിഡായിട്ട് മാറും. ഇനി സെലക്റ്റീവായിട്ട് ചെയ്താൽ മാത്രം നമുക്ക് അമൈഡിൽ എത്തി നമുക്ക് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. അതായത് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ, ഡ്രൈതർ കണ്ടീഷനിൽ ചെയ്താൽ നമുക്ക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴത്തേക്ക് ആസിഡ് കിട്ടും. സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. അടുത്ത് നമുക്ക് ആസിഡ് ക്ലോറൈഡിൽ നിന്നിട്ട് എങ്ങനെ ആസിഡ് നിർമ്മിക്കാം. ആസിഡ് ക്ലോറൈഡ് എന്നത് ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആസിഡ് ക്ലോറൈഡിനെ പിടിച്ച് ഹൈഡ്രോളിസിസ് നടത്തിയ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് ആസിഡ് കിട്ടും. ഇതൊക്കെ സിമ്പിൾ റിയാക്ഷൻസ് ആണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ലാത്തത്. അടുത്ത എസ്റ്ററിൽ നിന്നിട്ടുള്ള റിയാക്ഷനാണ്. അതുപോലെ എസ്റ്റർ ഹൈഡ്രോളിസിസ് നടത്തിയാലും എസ്റ്ററിനെ പിടിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്താലും നമുക്ക് ആസിഡ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. കണ്ട ഈഥൈൽ ബെൻസോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് ബെൻസോയിക് ആസിഡ് ഫോം ചെയ്തു. അടുത്ത നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് പോകേണ്ടത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കാർബോക്സിലിക് ആസിഡ്സിന് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. എന്തിനേക്കാളും ബോയിലിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ, അതിനോട് ഈക്വലായിട്ട് നമ്പർ വരുന്ന കാർബൺ ആറ്റംസ് വരുന്ന ആൽഡിഹൈഡ്സിനെ, കീറ്റോൺസിനെ, ആൽക്കഹോൾസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സെയിം നമ്പർ ഓഫ് കാർബൺ വെച്ചിട്ടുള്ള ഒരേപോലുള്ള മോളിക്കുലർ മാസുള്ള കോമ്പൗണ്ട്സുകൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് കാർബോക്സിലിക് ആസിഡ്സിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്സ്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, കാർബോക്സിലിക് ആസിഡ്സിൻ്റെ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് NCERT പറയുന്നുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്താൽ അത് വേപ്പർ ഫേസിലെത്തിയാൽ പോലും ആ ഹൈഡ്രജൻ ബോണ്ട് മാറില്ല, അത്രയ്ക്കും സ്ട്രോങ്ങർ ആണ് എന്ന് പറയുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സിമ്പിളായിട്ടുള്ള അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്, അതായത് 4 കാർബൺ വരെ വരുന്ന അലിഫാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് വാട്ടറിൽ സോലബിൾ ആണ്. എത്തനോളൊക്കെ വാട്ടറിൽ മിക്സ് ചെയ്തല്ല കഴിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആലോചിച്ച് വെക്കാം, വാട്ടറിൽ മിസിബിൾ ആണ്. ഇനി അതിന് കാരണം അത് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. ഇനി സോലബിലിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ് കുറയും വെൻ നമ്പർ ഓഫ് കാർബൺ കൂടുമ്പോഴത്തേക്ക്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കും. അടുത്ത
കാർബോക്സിലിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അസിഡിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിയാക്ഷനാണ്. കാർബോക്സിലിക് ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് സോഡിയം കാർബോക്സിലേറ്റ് അല്ലെങ്കിൽ ആ മെറ്റലിൻ്റെ കാർബോക്സിലേറ്റ് ആയിട്ടാണ് മാറുന്നത്. ആ ഒരു റിയാക്ഷൻ കൂടെ മനസ്സിലാക്കുക. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷൻസ് അല്ല സാധാരണ. ദെൻ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് കാർബോക്സിലേറ്റ് ആനിയോൺ ആയിട്ട് ഇരിക്കുന്ന സമയത്തേക്ക് ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ ആ COO- എന്ന് പറഞ്ഞതിലെ ആ നെഗറ്റീവ് ചാർജ് അവിടുന്ന് കുറയും. ബിക്കോസ് അതൊരു ഇലക്ട്രോ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ, NO2 ഗ്രൂപ്പൊക്കെയാണ് ഇലക്ട്രോ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പം ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അവിടുത്തെ നെഗറ്റീവ് ചാർജ് കുറയുകയും അവിടുത്തെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടുത്തെ എനർജി കുറയും, അതുപോലെ ആസിഡ് സ്ട്രെങ്ത് കൂടും. അടുത്തൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഡീസ്റ്റെബിലൈസസ് ദി കാർബോക്സിലേറ്റ് ആനയോൺ എന്ന് വെച്ചാൽ അവിടുത്തെ നെഗറ്റീവ് ചാർജ് ഓൾറെഡി ഉള്ളതിനേക്കാളും പിന്നെയും കൂടും, അവിടുത്തെ അസിഡിക് സ്ട്രെങ്ത് കുറയും. അതാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. അതായത് 2 ആസിഡ് എടുക്കുക, ആ ആസിഡിൽ നമ്മൾ മിനറൽ ആസിഡുകളായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡോ P2O5 വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അൺഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അൺഹൈഡ്രേറ്റിൻ്റെ ജനറൽ ഫോമുല RCO2O എന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. സിമ്പിളാണ്, ആസിഡോ ആൽക്കഹോളോടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് H+. അടുത്ത റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് PCl5, PCl3 ആൻഡ് SOCl2. ഇത് ഏതുമായിട്ടും ആസിഡ് റിയാക്ട് ചെയ്താലും ആസിഡ് ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കാം. പക്ഷേ ബൈ പ്രോഡക്റ്റുകൾ ബാക്കി മാറുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ ഓരോ റിയാക്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് അമോണിയയുമായിട്ടുള്ള കാർബോക്സിലിക് ആസിഡിൻ്റെ റിയാക്ഷനാണ്. അമോണിയയുമായിട്ട് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്താൽ അമോണിയം അസറ്റേറ്റ് COO-NH4+ ആയിട്ട് മാറും. അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ അമൈഡുകൾ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ എക്സാമ്പിൾ താലിമൈഡിൻ്റെ സിന്തസിസ് ആണ്. അതൊന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത റിഡക്ഷൻ, കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടുള്ള ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ആൽക്കഹോൾസ് ഫോം ചെയ്യും. ആസിഡ്സ് ആർ കൺവേർട്ടഡ് ടു ആൽക്കഹോൾസ് ഇൻ ദി പ്രസൻസ് ഓഫ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അടുത്ത ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് ആണ്. അതായത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നമ്മൾ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രോ കാർബൺസ് ഫോം ചെയ്യുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഡീകാർബോക്സിലേഷൻ എന്ന പേര് തന്നെ വന്നത്. NaOH ആൻഡ് CaO എന്ന മിക്സ്ചറിന് പറയുന്ന പേരാണ് സോഡ ലൈം. അപ്പം സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡ ലൈം ടു ഫോം ഹൈഡ്രോ കാർബൺസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഹെൽവോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. ശരിക്കും ഹാലജനേഷൻ റിയാക്ഷനാണ് ഇത് ശരിക്കും നടക്കുന്നത്. മീൻസ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിലെ ആൽഫ കാർബണിൽ എന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കാർബണിലേക്ക് ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന റിയാക്ഷനാണ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ബാർ X2 ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് കാർബോക്സിലിക് ആസിഡിൽ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഹാലജൻ കയറി വരുന്നു. ഈ റിയാക്ഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള റിയാക്ഷൻ, നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള നെയിമിംഗ് റിയാക്ഷനാണ്. ബോർഡ് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. അപ്പം ഈ റിയാക്ഷന് പറയുന്നവരാണ് ഹെൽവോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. അടുത്തതായി ചാപ്റ്ററിലെ അവസാനത്തെ റിയാക്ഷനാണ് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് നമ്മൾ എടുത്തു, അതിനകത്ത് നമ്മൾ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് അത് മെറ്റാ പൊസിഷനിലായിരിക്കും ഫേവർ ചെയ്യപ്പെടുക. ആ ഇലക്ട്രോഫൈൽ വന്ന് മെറ്റാ പൊസിഷനിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഇതൊരു ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ടിട്ട് നമുക്ക് പറയാം ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ, അതായത് റിങ്ങിൽ കാർബോക്സിലിക് ആസിഡ് ഉള്ള ഗ്രൂപ്പുകളിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ഡു നോട്ട് അണ്ടർഗോ, ഒരിക്കലും തരില്ല എന്നാണ് പറയുക. അപ്പം ആസിഡിൻ്റെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.